പയ്യുത്തിയാലിൽ എസ്.സി. ഫണ്ട് ദുരുപയോഗം ചെയ്തതായും കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയതായും ആരോപണം. ജനങ്ങളെ വഞ്ചിച്ച ഭരണാധികാരികൾ രാജിവെച്ച് മാപ്പ് പറയണമെന്ന് ഹിന്ദു ഐക്യവേദി. പെരുമ്പാവൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. ഈ ഓണത്തോടനുബന്ധിച്ച് ഓണം മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇനി മലേഷ്യയിലേക്ക് പോകാം. ഇത് സ്വപ്നം. അപ്പോ ഈ ഓണം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. 1 ഏക്കർ 35 സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വാങ്ങിയ സ്ഥലമാണ്. പട്ടികജാതിക്കാർക്ക് പ്രയോജനപ്പെടേണ്ട ഫണ്ടാണ്. പക്ഷേ അവിടെ 2 ഫ്ലാറ്റ് പെടുന്നു. ആ 2 ഫ്ലാറ്റും കേസിൽപ്പെട്ടു. ആ 2 ഫ്ലാറ്റ് കേസിൽപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അത് എക്സ്പാർട്ടിയായിട്ട് വിധിച്ചു എന്നാണ്. അതിൻ്റെ ആക്ച്വൽ കോൺട്രാക്ടർ മരിച്ചു. അതിൻ്റെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുത്ത് കൺവീനർ സമിതിയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ആ കൺവീനർ സമിതിയുടെ നിർമ്മാണത്തിന് മുന്നോട്ട് പോയിട്ടില്ല. അതിലേറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം 10 വർഷം കഴിഞ്ഞിട്ടും പാതിവഴിയിൽ നിർമ്മാണം നിലച്ച കെട്ടിടങ്ങളുടെ പൂർത്തീകരണത്തിനോ ബാക്കിവരുന്ന ഭൂമി പ്ലോട്ടുകളാക്കി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുവാനോ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. 10 വർഷമായി മാറി മാറി ഭരിക്കുന്ന കോൺഗ്രസ് ഭരണാധികാരികൾക്ക് സ്വന്തം കസേര ഉറപ്പിക്കുക എന്നതിനപ്പുറം ജനങ്ങളോടൊരു പ്രതിബദ്ധതയില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ദളിത് കുടുംബങ്ങൾ വീടില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് പഞ്ചായത്തിന്റെ കെടുംകാര്യസ്ഥതയും നിസ്സംഗതയും തുടരുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഭൂമി വാങ്ങുന്നതിനു മാത്രമായി ഈ പദ്ധതിയിൽ നടന്നിരിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടും ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ടും കെട്ടിട ഉദ്ഘാടനത്തിനെത്തിയ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഭരണനേതൃത്വം പ്രതികരിക്കാത്തത് ഇത് തട്ടിപ്പെന്ന് വ്യക്തമാകും. ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി പരാതി നൽകുവാൻ ഒരുങ്ങുകയാണെന്ന് നേതാക്കന്മാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഒന്നും ചെയ്യില്ല, ഒരു ഏർപ്പാടും ചെയ്യില്ല, ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകൂ എന്നുള്ള ധാർഷ്ട്യം പഞ്ചായത്ത് ഭരണാധികാരികൾ വെച്ച് പുലർത്തി. സർക്കാർ അതിന് കൂട്ടുനിൽക്കുക. ഇതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമില്ല. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം തെറ്റായിപ്പോയി എന്നാണ്. അതിൽ വീഴ്ച വന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ആ വീഴ്ച വന്നു എന്ന് അവർക്ക് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആ കമ്മ്യൂണിറ്റി ഹാൾ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിറ്റി ഹാൾ ഉപയോഗക്ഷമമാക്കിയും തീർത്തുകൊണ്ട് അത് പബ്ലിക്കിന് തുറന്നു കൊടുക്കണം. പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗങ്ങളുടെ സൗകര്യത്തിന് തുറന്നു കൊടുക്കണം കമ്മ്യൂണിറ്റി ഹാൾ. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം.സി. സാബു, ജില്ലാ പ്രസിഡന്റ് പി.സി. ബാബു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ.വി. ശിവൻ, താലൂക്ക് രക്ഷാധികാരി ഒ.കെ. ബാബു, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എൻ.എം. ഗിരീഷ്, കെ.പി.എം.എസ് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ടി.എ. രാജൻ എന്നിവർ പങ്കെടുത്തു. എ.എം. ന്യൂസ് നെറ്റ്വർക്ക്, പെരുമ്പാവൂർ. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ. തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം.